നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് മന്തിയാണ്. അതും കുക്കർ ബീഫ് മന്തി. മുമ്പ് നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കിയില്ലേ കുക്കറിൽ, ഇത് അതേപോലെ ബീഫ് മന്തി കുക്കർ അല്ലേ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോക്ക്. ഇത് 1 കിലോ ബസുമതി റൈസാണ്. മന്തി റൈസ് എന്നൊക്കെ പറയും. ബോയിൽഡ് അല്ല, സാദാ. ഇതിന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 1 മണിക്കൂർ ചുരുങ്ങിയിടുക. എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് കഴുകാൻ പോവാണ്. ഒരു 3 തവണ കഴുകാൻ പോവാണ്. ഈ അരി പിന്നെ വെള്ളത്തിലിടുന്തോറും ഇതിൻ്റെ വേവിക്കുമ്പോൾ ഇതിൻ്റെ നീളം കൂടും. അങ്ങനെയാണ് ഈ മന്തി അരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെള്ളത്തിൽ തരും, ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാനിത് പാചകം ചെയ്യുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം നിറച്ച് വെക്കുന്നത്. ഇത് ഊറ്റിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, വറ്റിക്കുന്നതല്ല. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇത് സോയാ ചങ്കാണ്. ഇത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗം ഇനി അവിടെ എത്തുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്. ഇത് 1.5 കിലോ ബീഫാണ്. 1 കിലോ ബസുമതിക്ക് അരിക്ക് 1.5 കിലോ ബീഫാണ് ഏറ്റവും ഉത്തമം. ഇത് ഞാനിനി കട്ട് ചെയ്തൊക്കെ റെഡിയായി കൊണ്ടുവന്നതാണ്. മന്തി കട്ടിങ് ഒക്കെ ചെയ്താണ്. ഇനി ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് വേവിക്കണം. ഇതിനി കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ആ വേവിക്കുന്ന സമയത്ത് ഒരു സ്റ്റീം വന്ന ശേഷം പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പോയിട്ടാണ്. അങ്ങനെ സാധാരണ ഞാൻ ബീഫ് വേവിക്കാറുള്ളത്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട്, വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ല, കംപ്ലീറ്റ് ഒന്ന് എല്ലാ ഭാഗം ഇളക്കി. ഒരു നുള്ള് അജിനമോട്ടോ ഇടുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുപ്പത്ത് വെച്ച് ഇപ്പം വെന്ത് കഴിഞ്ഞ് എൻ്റെ സ്റ്റീമൊക്കെ പോയി ഇത് തുറക്കുകയാണ്. ഇനി ഇത് ഊറ്റി വെള്ളം മാറ്റി പീസ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പം ഇല്ല. ഇത് വെള്ളം മാറ്റി വെച്ചു. ഇത് നമ്മുടെ ബീഫ് 1.5 കിലോ ബീഫാണ് ഈ കാണുന്നത്, വേവിച്ചിട്ടുള്ള. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ചിക്കൻ സ്റ്റോക്ക് 1 പീസ്, 2 ഉണ്ടാവും, 1 മതി നമുക്ക്. ഇത് കുറച്ച് പട്ട, ഒരു 10 ഏലക്കായ, ഒരു 10ഓളം ഗ്രാമ്പു, പിന്നെ 2 ഉണക്ക നാരങ്ങ. ഇതാണ് ഇതിലേക്ക് വേണ്ടത് ആകെ നമുക്ക് മസാലകൾ. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ ചോറ് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇടുക. ഉപ്പ് ആവശ്യത്തിനിടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ അരി അതിലേക്ക് ഇടുക. ഇതിപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട അരിയാണിത്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഒരു 80% വെന്താൽ മതി. ഇത് ഞാൻ ഇനി ഊറ്റിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ വെള്ളം കൊണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. അതും ആ ബീഫിൻ്റെ വാട്ടറിന് കൂട്ടിയിട്ട് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് സോയാ ചങ്ക്, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചത്. അതൊന്ന് പിഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കുക. ഇതാണ് അതിൻ്റെ കറവെള്ളം, അത് കണ്ട് പുറത്തേക്ക് കളയുക. ഇനി ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ ഒരു ബസുമതി വെള്ളമാണ്, ആ ഒരു ചൂടുള്ള ഇതിലേക്ക് ഒഴിക്കുക. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മഞ്ഞ കളർ ഞാൻ കൊടുക്കല്ല. സാറിന് ഈ മഞ്ഞപ്പൊടി കളറാണ് കൊടുക്കാറ്. ഇനിയിപ്പോൾ ഇത് കുക്കർ, നമ്മളെ ബീഫ് വേവിച്ച കുക്കറാണ്, കഴുകിയിട്ടില്ല. അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു ലെയർ ഈ സോയാ ചങ്ക് ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച ബീഫ് നല്ല ടൈറ്റാക്കിയിടുക. സൈഡൊക്കെ ഫില്ല് ചെയ്യണം, ഗ്യാപ്പില്ലാത്ത മോഡലിൽ നല്ലോണം അങ്ങോട്ട് ടൈറ്റായി ഫില്ല് ചെയ്യുക. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കിൽ ആ ബീഫിൻ്റെ ചൂടുവെള്ളം ഒന്ന് ഇളക്കിയിട്ട് അത് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക. കുറച്ച് മതി, അധികം വേണ്ട, ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് ടൈറ്റാക്കി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ആ റൈസ് ഇടണം. 2 ലെയറായിട്ടാണ് റൈസ് ഇടുന്നത്. ഒരു ലെയർ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളൊരു ഉണക്കനാരങ്ങ വെച്ചിട്ട് ഇത് സൈഡ് ആദ്യം ഫില്ല് ചെയ്യുക, പിന്നെ സെൻറ്റർ ഫില്ല് ചെയ്യുക. ഒരു ഹാഫ് നമ്മൾ വേവിച്ച് 1 കിലോൻ്റെ ഹാഫാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ മഞ്ഞപ്പൊടി വെള്ളം ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ആക്കുക. ഇനി
ഒരു നാരങ്ങ ഇടുക. ഈ മഞ്ഞപ്പൊടി വെള്ളം കലക്കുന്ന സമയത്ത് ഒരു സ്വല്പം അജിനമോട്ടോ ഇട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. നിർബന്ധമല്ല. അപ്പോൾ റൈസ് കംപ്ലീറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. ടോപ്പിൽ ഇനി കുറച്ചും കൂടി ആ മഞ്ഞ കളർ വെക്കുക. ഇത് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. സെൻറ്ററിലൊന്നും ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. ഇനി നമ്മൾ ആ കരി ഒന്ന് ചൂടാക്കാൻ പോവാണ്. ആ ചെറുനാരങ്ങ ഒന്ന് മുകളിലും ഒന്ന് താഴത്തും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഭവം പോയൊക്കെ വെച്ച് അടുപ്പത്ത് വെക്കാൻ പോകണം. ഇനി ഒരൊറ്റ സ്റ്റീം. ഇനി ഒരു സ്റ്റീം വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് വന്നാലും മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫാക്കുക. അപ്പോൾ നമ്മൾ ആ കരി മാറ്റിയിട്ട് ഇനി ഇത് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഇളക്കി മറിക്കുക. ഇത് വലിയൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റണം. അപ്പോഴാണ് മിക്സിങ്ങിലാണ് ഇതിൻ്റെ ബാക്കി ടേസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. ഒരു സ്റ്റീം നമ്മൾ കരിയൊക്കെ വെച്ച ശേഷം ഒരൊറ്റ സ്റ്റീം വന്നാൽ മതി. ഒരു സ്റ്റീം വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ഹൈ ചൂടിൽ വെച്ചിട്ട് ഓഫ് ചെയ്താലും മതി. ഇത് ചൂടോടെ കഴിക്കണം. ഇതിപ്പോൾ നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് നിറച്ച് കഴിഞ്ഞ ശേഷം നേരത്തെ കാണിച്ച അതേപോലത്തെ കരി ഒന്ന് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടി നല്ല സ്മെല്ലും ഒക്കെ കിട്ടും. ഇപ്പോൾ അടിഭാഗം ബീഫിൻ്റെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റൈസ് കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടിയിൽ പിടിച്ചിട്ടൊന്നും ഇല്ലാണ്ടല്ലേ. ആ സോയാച്ചൻ കയറ്റി അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അഥവാ പിടിക്കുകയാണെങ്കിൽ അതിൽ പിടിച്ചോട്ടെ എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിന് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും ഇതിൻ്റെ ഈ ബീഫിൻ്റെ മസാലയൊക്കെ തട്ടുന്ന സമയത്ത്. ഇപ്പോൾ കംപ്ലീറ്റ് വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും. ഈ മന്തി ചൂടോടെ കഴിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബീഫിൻ്റെ ഒരു നെയ്യിൻ്റെ ഒരു അംശം ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ വായിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ അടപ്പ് വെച്ചിട്ട് ഇപ്പം തന്നെ കഴിക്കുന്നില്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ചൂടാക്കാൻ പോവാണ്. ഒന്നുകൂടി കുറച്ച് എണ്ണ വെച്ചിട്ട് പുകച്ച് അങ്ങോട്ട് അടച്ചിട്ട് ഇപ്പോൾ സംഭവം കഴിക്കുന്ന സമയം കഴിക്കുന്നത്. ഇനി കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ഇടുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ ഒരു ചിക്കൻ മന്തി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.